ഹായ് ഫ്രണ്ട്സ്. അപ്പം ലാലേട്ടൻ സിനിമയിൽ നിന്നൊക്കെ ഒരു ഗ്യാപ്പ് എടുത്ത് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് 3 മാസത്തോളം ലാലേട്ടൻ സിനിമയിൽ മലയാള സിനിമയുടെ ഭാഗമാവുകയില്ല. 3 മാസം വരെയും ഇനി ഷൂട്ടിങ്ങുകളുടെ തിരക്കിലോട്ട് പോവുകയില്ല, സിനിമ ഡിസ്കഷനുകളില്ല, 3 മാസത്തേക്ക് ആരുമായും കാഴ്ചയില്ല, എല്ലാവരെയും മാറ്റി നിർത്തുകയാണ്, എല്ലാവരും മാറി നിൽക്കണം, 3 മാസത്തേക്ക് ലാലേട്ടൻ ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ലാലേട്ടൻ പോകുന്നത് എവിടെയാണ് എന്നുള്ള ചോദ്യം ശക്തമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ശക്തമായ റൂമേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ പഴയ പോലെ തന്നെ താടിയൊക്കെ വടിച്ച് കളഞ്ഞ് മീശയൊക്കെ പിരിച്ച് മുണ്ടൊക്കെ മടത്തി പഴയ നമ്മുടെ നരസിംഹത്തിലും നമുക്ക് രാവണപ്രഭുവിലും ഒക്കെ കണ്ടതുപോലെയുള്ള ലാലേട്ടൻ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയോ കാലങ്ങളായിട്ട് നഷ്ടപ്പെട്ടു വന്നുകൊണ്ടിരുന്ന ലാലേട്ടൻ സിനിമകൾ ഇനി വീണ്ടും വരും. അതിനുള്ള പുറപ്പാടിലാണ് ലാലേട്ടൻ. 3 മാസത്തേക്കുള്ള ചെറിയ ട്രീറ്റ്മെന്റുകൾ ഉണ്ടെന്നുള്ള ഇതിലാണ് പോകുന്നത്. അത് കറക്റ്റ് നോക്കിയ ട്രീറ്റ്മെന്റ് തന്നെയാണ്, പക്ഷെ എന്തിന്റെ ട്രീറ്റ്മെന്റ് ആണെന്നൊന്നും അവർ പറയുന്നില്ല. അപ്പോൾ ആ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോട്ടക്സ് ഇഞ്ചക്ഷനിലൂടെ ഉണ്ടായ ലാലേട്ടന്റെ മുഖത്തുള്ള മാറ്റങ്ങളെല്ലാം ചെറിയ രീതിയിലുള്ള മൈനർ സർജറികളിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതായത് ഇപ്പം മൈനർ സർജറി എന്ന് പറഞ്ഞാൽ വലിയ വാർത്തകളല്ല, കാരണം എല്ലാ സൂപ്പർ സ്റ്റാർമാരും തൊലിയൊക്കെ വലിക്കാനും നീളാനും ഒക്കെ എല്ലായിടത്തും പോകുന്നുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ വാർത്തയല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ ലാലേട്ടനെ നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. കാരണം ഇപ്പം തന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ലാലേട്ടൻ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ക്ലീൻ ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉറപ്പായിട്ട് നമുക്ക് പഴയ ലാലേട്ടനെ തിരിച്ച് കിട്ടും. മീശ പിരിച്ചുള്ള ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ വീണ്ടും ആരവം മുഴങ്ങും എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരുന്നു ഇതിനെല്ലാം. കാരണം ഈ സിനിമയുടെ ഈ എമ്പുരാന്റെ തിരക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ ഒരു ചെറിയ ഗ്യാപ്പ് എടുത്ത് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പോയി 2-3 മാസത്തെ ട്രീറ്റ്മെന്റും റെസ്റ്റും ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് പഴയ ലാലേട്ടനായിരിക്കും. പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. മലയാള സിനിമ എന്ന് പറയുന്നത് പോകുന്ന ലെവൽ വേറെ ലെവലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ലാലേട്ടൻ പഴയ ലെവലിലോട്ട് മീശ പിരിച്ചൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും. അതിപ്പോൾ ഒരു ആക്ഷൻ പടം ലാലേട്ടന് നമ്മുടെ ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി ടൈപ്പ് ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞാൽ, മീശയൊക്കെ പിരിച്ച് പഴയ ലെവലിലോട്ട് ലാലേട്ടൻ എത്തിക്കഴിഞ്ഞാൽ എത്തും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു ഉറപ്പുമില്ല. കാരണം ഈ ബോട്ടക്സ് ഇഞ്ചക്ഷനൊക്കെ ലാലേട്ടൻ വെച്ച സമയത്ത് ലാലേട്ടൻ്റെ മുഖമൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ ഇന്റർവ്യൂസിന്റെ ചില ഫോട്ടോകൾ നമ്മൾ കണ്ടതാണ്. അപ്പം ഇനി ലാലേട്ടൻ ഇപ്പൊ ഈ സർജറി ചെയ്തിട്ട് ഇനി ലാലേട്ടന്റെ മുഖം ഇതുപോലെ തന്നെ തുടരുമോ, അതോ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഇനി അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം ഈ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലും പിന്നെയും താടി വെച്ച് തുടരും എന്നുള്ളതല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഒരു കടന്ന കൈ പ്രയോഗം നടത്താൻ പോവുകയാണ്. ചെറിയ ഒരു സർജറി, ചെറിയൊരു ട്രീറ്റ്മെന്റ്, അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. റൂമേഴ്സാണ്, ശക്തമായിട്ടുള്ള റൂമേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് പോലെ ഇതൊരു സാധാ ചികിത്സയല്ല. തിരിച്ചു വരുന്നത് നമ്മുടെ പഴയ ലാലേട്ടനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള ശക്തമായ റൂമേഴ്സ്. ഞാൻ ഇനി പറഞ്ഞതൊന്നും പറയണ്ട, നിങ്ങളിത് ഒരിടത്തും കണ്ടു കാണാനുള്ള സാധ്യതയില്ല. കാരണം ഇത് വന്നിരിക്കുന്നത് ട്വിറ്റർ അതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ്. നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക്, വാട്സപ്പ്, അതിലോട്ടൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഉടനെ തന്നെ അതൊക്കെ എത്തി ചേരുന്നതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ പൊളിക്കുമോ, അല്ലെങ്കിൽ തിയേറ്റർ നമുക്ക് എഡിറ്റ് ചെയ്ത് കൈയടിക്കാനുള്ള രംഗങ്ങളുള്ള സിനിമകൾ ഇനിയും വരുമോ? അതായത് നമുക്ക് ലൂസിഫറിൽ നമുക്ക് കിട്ടിയതുപോലുള്ള രംഗങ്ങൾ എമ്പുരാനിൽ നഷ്ടമായെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പം ഇനിയുള്ള സിനിമകളിൽ നമുക്ക് ലൂസിഫറിനെക്കാളും അതിന് മുകളിൽ നിന്നുള്ള ഫൈറ്റ് സീൻസ്, മോഹൻലാൽ മീശ പിരിച്ച് അല്ലെങ്കിൽ ലാലേട്ടൻ മീശ പിരിച്ച് വരുന്ന സീനുകൾ നമുക്ക് തിയേറ്ററിൽ പഴയ പോലെ ആരവത്തോടെ കാണാൻ സാധിക്കുമോ? അപ്പം ആ ഒരു ചോദ്യം നിലനിൽക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.